അതിൻ്റെ ഒക്കെ അപ്പുറത്താ നബി. സിദ്ദീഖിന് മുഅ്ജിസത്ത് വിഷയമില്ല. ആകാശത്ത് പോയി വന്നു. അവിടെയാണ് നമ്മൾ സിദ്ദീഖ് എന്ന ആളെ കാണേണ്ടത്. സിദ്ദീഖ് എന്ന ആള് ബഷർ അംഗീകരിക്കും, എന്നാലോ ഒന്നും സിദ്ദീഖിന് വിഷയമല്ല. സിദ്ദീഖിന് നരകവും സ്വർഗവും ഒന്നും വിഷയമല്ല. സിദ്ദീഖിന് റസൂലാണ് വിഷയം. അവരാ മുഅ്മിനീങ്ങളും സിദ്ദീഖിലേക്ക് മടങ്ങണം. ഉദാഹരണം പറയാം. ആകാശത്ത് ഇന്നലെ രാത്രി പോയി വന്നു എന്ന് പറഞ്ഞ വിവരം ഒരാൾ വന്ന് പറഞ്ഞപ്പോ ഇജ്ജ് നേരും അറിയാം അങ്ങനെ ചോദിച്ചു. അല്ല, അങ്ങനെ പോയോ? ഭാഷണ വലിയ സംഭവമാണല്ലോ അങ്ങനെ പറഞ്ഞു. മനസ്സിലായില്ല. ഇന്നലെ രാത്രി നബി ആകാശത്ത് കയറിയെന്ന് സിദ്ദീഖിനോട് വന്ന് പറഞ്ഞപ്പോ സിദ്ദീഖ് അതിൽ അത്ഭുതപ്പെട്ടോ? എന്തുകൊണ്ട്? ഓരോ ദിവസം രാവിലെ ചായ കുടിക്കാൻ വേണ്ടി നബി ആകാശത്ത് പോയി വന്നാലും അതിനേക്കാൾ കഴിവുള്ള ആളാണ് സിദ്ദീഖിന്റെ ഭാഷയിലെ ആര്? നബി. അപ്പൊ ഒരു ആകാശത്ത് പോയാൽ സിദ്ദീഖിന് വിഷയം തന്നെയല്ല, സിദ്ദീഖിന് നബിയാണ് വിഷയം. സിദ്ദീഖ് മേറാജ് ഉണ്ടായതിൽ അത്ഭുതപ്പെടുന്നില്ല. മേറാജ് ഉണ്ടായിക്കോട്ടെ. ഈ മേറാജിന് മനസ്സിലായോ? മേറാജിൽ ആശ്ചര്യപ്പെട്ടോ? ഇല്ല. ഇന്നഹുല സാദിഖുൻ, നേരെ പറയുള്ളൂ. ആര്? റസൂല്. എന്റെ റസൂൽ നേരെ പറയുള്ളൂ. റസൂൽ നേരെ പറയൂ എന്നതിൽ നിന്നാണ് എന്ത് മനസ്സിലാക്കണത്? സിദ്ദീഖ് ഇത് അംഗീകരിക്കണത്. സിദ്ദീഖ് റസൂലിൽ നിന്ന് ഇത് അംഗീകരിക്കണം. അല്ലാതെ ഖുർആൻ നോക്കിയിട്ട് നബിന്റെ കൈ പഠിക്കല്ല. നമ്മൾക്ക് സുബ്ഹാനല്ലാഹി അസ്റാബി അബദീന്റെ വ്യാഖ്യാനം അങ്ങോട്ടുകൂടി തല്ലൂടാൻ വേണം. ഞാൻ ആകാശത്ത് പോയി വന്നു എന്ന് നബി പറഞ്ഞാൽ പിന്നെ ഖുർആനായത്ത് നോക്കേണ്ട ആവശ്യം എന്താ? നിങ്ങളിപ്പോൾ സ്ഥലത്തുണ്ടോ? ഇപ്പൊ സുന്നികളായ നമ്മൾ തന്നെ റഡാർ വെച്ച് പരിശോധിക്കുക. എന്ത്? സുബ്ഹാനല്ലാഹി അസ്റാബി അബദി, അതിൽ ഇസ്രായെ പെടുള്ളൂ, മേറാജ് പെടുന്നില്ല. എന്റെ പോന്തായെ ഇതൊക്കെ തെരിക വെച്ച് നടക്കണെന്തിനാ? എന്തിനാണ് അവിടെ ആയത്ത് നോക്കണത്? അത് ആ ആയത്ത് മുഅ്മിനീങ്ങൾക്ക് ഒരു ചൊറുക്കാണ്. അത് ദലീലെന്നല്ല. ദലീലെന്താ? ഞാൻ ആകാശത്ത് പോയി. നമ്മൾ വിശ്വസിച്ചത് ആരെയാ? നബിയെ. നബി നിശ്ചയിച്ചല്ലേ എങ്ങനെ? ഖുർആൻ വിശ്വസിച്ചോളൂ നബിയെ വിശ്വസിച്ചാണോ? നബി വിശ്വസിച്ചോളൂ ഖുർആൻ വിശ്വസിച്ചാണോ? പറയട ചങ്ങായിമാരെ, നമ്മൾ ഖുർആൻ വിശ്വസിച്ചതുകൊണ്ട് നബിയെ വിശ്വസിച്ചതാണോ? നബിയെ വിശ്വസിച്ചോണ്ട് ഖുർആൻ വിശ്വസിച്ചാണോ? നബിയല്ലേ നമ്മൾ വിശ്വസിച്ചത്? അതാണ് സഹാബത്ത്. സഹാബത്ത് ഖുർആൻ നബി മനസ്സിലാക്കിയതല്ല, നബിന്ന് ഖുർആൻ മനസ്സിലാക്കിയതാണ്. മനസ്സിലാക്കാത്തവരുണ്ട്, ബിസ്മി പഠിക്കാത്തവരുണ്ട് സഹാബികളിൽ. ഒരു സ്വഹാബിയാണ്. ഈ ദുനിയാവിലെ എല്ലാ മൊയ്തീൻ കൂടിയാലും ഒരു രോമത്തിനെത്തൂല എന്നാണ് എന്റെ വിശ്വാസം. നിങ്ങൾക്ക് അതിനേക്കാളും വലിയ മൊയ്തീൻ ഉണ്ടെങ്കിൽ നിങ്ങൾ നടന്നോളി, ഞങ്ങളൊപ്പം ഉണ്ടാവില്ല. ഒരു സ്വഹാബിയുടെ രോമക്കുത്തിനെത്തിയ ഒരു ഔലിയപ്പാപ്പ ലോകത്തില്ല. ആ ഏത് സ്വഹാബിയാണെങ്കിലും, അത് വഹ്ശ് ഇബ്നു ഹർബാണെങ്കിലും, നബി ഏറ്റവും വിഷമിപ്പിച്ച ആ സ്വഹാബിയാണെങ്കിലും, ഒരു ബിസ്മി പഠിക്കാത്ത, വലം യസ്ജുദ് ലില്ലാഹി സജദതൻ വാഹിദ, ഒരു സുജൂദ് ചെയ്യാത്ത സ്വഹാബിയാണെങ്കിലും ആ സ്വഹാബിയുടെ അടുത്തേക്ക് ഭൂഗോളത്തിലെ എല്ലാ കുതുബീങ്ങളും ചേർന്നാൽ എത്തൂല. എന്തുകൊണ്ട്? അവരാരാണ്? സ്വഹാബിയ. എന്തേ? അവർ ഈമാനോടുകൂടെ അള്ളാന്റെ ഹബീബിന്റെ മുന്നിൽ ഇരുന്നിട്ടുണ്ട്. മൻ റആനി ലാ യദ്ഖുലുൻ നാറ വഹുവ മുഅ്മിൻ. മുഅ്മിനായി എന്നെ ഒരാൾ ഒന്ന് കണ്ടാ മതി, ഓ നരകത്തിൽ കിടക്കൂല. അങ്ങനെ ഉറപ്പുള്ള വേറെ ആരാ പടുള്ളത്? വേറെ ഏതാ റിക്കാർഡുള്ളത്? നാ ഒന്ന് പറയാം. നരകത്തിൽ കിടക്കൂല എന്ന് മുത്തുനബി പറഞ്ഞ ഒറിജിനൽ നസ്സായ റിക്കാർഡ് വേറെ ആർക്കാ? നമ്മൾ കണക്കൂട്ടിയല്ലേ? സംഗതി അങ്ങനെ തന്നെയാണ്. എന്നാൽ നെസ്സില്ലല്ലോ. നെസ്സല്ല. മൻ റആനി ലാ യദ്ഖുലുൻ നാറ വഹുവ മുഅ്മിൻ. ഈമാനോടുകൂടി ഒരാൾ എന്നെ കണ്ടാൽ, എന്നെ കണ്ടാൽ നരകത്തിൽ കിടക്കൂല. അപ്പൊ ഉറപ്പ് സർട്ടിഫിക്കറ്റ് ഉണ്ട് ഇവർക്ക്. എന്ത്? ഇവർ പിന്നെ ആർക്കാ സർട്ടിഫിക്കറ്റ്? അവരിൽ എന്തില്ലാത്തവരുണ്ട്? ബിസ്മി പഠിക്കാത്തവരുണ്ട്. ഈ ഭൂഗോളത്തിലെ എല്ലാ ഹാഫിളുകൾ കൂടിയാൽ ഒരു സ്വഹാബിയുടെ രോമത്തിന് കതിരുണ്ടാവില്ല. മനസ്സിലായില്ലേ? ചിന്തിക്കണം. കാരണം അവർ റസൂൽ വിശ്വസിച്ചവരാണ്. റസൂലിനാണ് ഒരു ഖുർആൻ മനസ്സിലാക്കിയാലും മനസ്സിലാക്കിയിട്ടില്ലെങ്കിലും നമ്മൾ ഖുർആനിൽ നിന്ന് നബിയുടെ ഖദർ മനസ്സിലാക്കുകയാണ്. കിട്ടുയി. അപ്പൊ നമ്മൾ ആഫു വഹാബി. പണ്ട് അങ്ങനെയല്ല. പണ്ട് റസൂല പ്രധാനം.
അവരെഴുതിച്ചത് അബ്ദുക്കൽ മിസ്കീനും. ഇത് നമ്മൾ അതിലുള്ളതുകൊണ്ട് കുടുങ്ങിയതാണ്. മനസ്സിലായില്ല. ഖുസൂസിയത്ത് കൊണ്ട് നബിയെ മനസ്സിലാക്കി, ഖുസൂസിയത്ത് കൊണ്ട് നബിയെ ഉൾക്കൊണ്ടു എന്നത് സുന്നികൾക്ക് വന്ന പിഴവ. നബി അതിൻ്റെയും അപ്പുറത്താണ്.